ഹലോ ഗായ്സ്, അപ്പോൾ ഒരു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു മിനി വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പോയത് ഒരു എടക്കൽ ഗുഹയാണ്. ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ എടക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പോയൊരു യാത്രാ അനുഭവമായിരുന്നു കേട്ടോ. എനിക്കതന്ന് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതേപോലെ ഇപ്പോൾ അത് സിമ്പിളല്ല എന്നാലും എനിക്ക് വിഷമമുണ്ട് ഗൈസ്. സത്യത്തിൽ ഞാൻ അന്നിങ്ങനെ ഓടിക്കേറിയ എടക്കൽ ഗുഹ ഇപ്പോൾ എനിക്ക് ഓടിക്കയറാൻ പറ്റുന്നില്ല. പിന്നെ അന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് നമ്മുടെ ആ ഒരു ടൂറിൻ്റെ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എടക്കൽ ഗുഹ പോകാം, എടക്കൽ ഗുഹ പോകാം. പിന്നെ ഞാൻ സത്യത്തിൽ മറന്നായിരുന്നു, ഇത്തരം കുത്തനെ കയറ്റമൊക്കെ ഞാൻ മറന്നായിരുന്നു. അങ്ങനെ ഞാൻ 2 കിലോമീറ്റർ കയറണം കേട്ടോ കുത്തനെ. അങ്ങനെ കുത്തനെ കയറി കുറേ സ്റ്റെപ്പും കയ്യും കാലും വിറയ്ക്കിനു. അയ്യോ ഒന്നും പറയാനില്ല. അങ്ങനെ എടക്കൽ ഗുഹ കയറിയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ സിമ്പിളായി ഓടിക്കയറി. പിന്നെ ഞാൻ ഇവരെ കാണുന്നില്ല. കൂടെ വന്ന 2 പേരെ അവരെയും കാണാനില്ല. അങ്ങനെ കൂടെ വന്ന ഒരാൾ പകുതി വെച്ച് നിർത്തിപ്പോയി. ഒരാൾ പതുക്കെ പതുക്കെ കയറി വന്നു. ഞാൻ എങ്ങനെയൊക്കെ വലിഞ്ഞു പൊത്തി കയറി ഗൈസ്, അത് വേറെ. അങ്ങനെ കയറി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ നിർത്താമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഊര് പറഞ്ഞു വാ വാ കയറിയിട്ട് പോവാം. പക്ഷേ കയറും തോറും മുട്ടിന് വിറയിരുന്നു ഗൈസ്. വിറച്ചാണ് ഞാൻ കയറിയത്. അത് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കങ്ങനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി ഇത്രയധികം കയറണം എന്നൊക്കെ. അങ്ങനെ കയറുന്ന കണ്ടില്ലേ, ഒരുപാട് ഏന്തി വലിച്ച് ഞാൻ കയറി. എങ്ങനെയൊക്കെ ഏന്തി വലിച്ച് കയറുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴില്ലേ കുറേ നല്ല നല്ല വ്യൂസ് കാണാം. എന്നുവെച്ചാൽ കണ്ടോ, പക്ഷെ പ്രത്യേക ഭംഗിയാണ്. ഇപ്പം എനിക്ക് ക്യാമറയിൽ കൂടെ പകർത്തുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളത് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമാണ്. ഇതാണ് കേട്ടോ എൻട്രൻസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറണേ. ഈ ഗേറ്റ് കടന്ന് ചെല്ലുന്ന കേട്ടോ എടക്കൽ ഗുഹ. അപ്പം ഇതിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ അങ്ങനെ കുറേ ചിത്രങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു ഗുഹയാണ് ഈ എടക്കൽ ഗുഹ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പിന്നെ കുറേ ചെറുശില യുഗ സംസ്കാരങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ ഗുഹയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു അമ്പുകുത്തി മലയുണ്ട്. അപ്പോൾ ഈ അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയൊരു വിള്ളൽ, എന്നുവെച്ചാൽ പാറയിലൊരു വലിയൊരു വിള്ളലുണ്ടായി. അതിൻ്റെ മുകളിൽ ഒരു പാറ വീണു. അതാണ് എടക്കൽ ഗുഹ. അത് അങ്ങനെ പാറ അങ്ങനെ നിന്ന് ഉറച്ചിട്ടുണ്ടായതാണ് ഈ എടക്കൽ ഗുഹ എന്നൊരു പേരൊക്കെ വന്നത് കേട്ടോ. മനുഷ്യനിർമ്മിതമല്ലാത്തൊരു ഗുഹയും കൂടിയാണ്. അങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ഓരോ കൊത്തുപരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ ആൾക്കാർ ഓരോ കാലഘട്ടത്തിലും ഇതിൽ കുറച്ച് തമിഴൻ ശ്ലോകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തമിഴൻ ശ്ലോകത്തിൻ്റെ അർത്ഥം എനിക്ക് അന്ന് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ മറന്നുപോയി. അന്നത്തെ ആൾക്കാരുടെ ഓരോ ഇതുകളും അവിടെ വന്ന് കൊത്തി വെച്ചിട്ട് അവർ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു രീതികളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല, പണ്ട് കാലഘട്ടത്തിലല്ലേ. പക്ഷേ ഇതിൽ കൊത്തുകളൊക്കെ നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഇത്തിരിയും കൂടി ചില ഭാഗങ്ങളൊക്കെ പൂപ്പലടിച്ച് പോയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗം അത്യാവശ്യം നല്ലപോലെ ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ സൂം ചെയ്യുന്ന ഭാഗത്താണ് കറക്റ്റായിട്ട് സ്ലോഗമുള്ളത്. പിന്നെ എടക്കൽ ഗുഹ കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ചൊരു പോക്കാട്ടോ. അപ്പോൾ ഇറങ്ങുന്ന ഇടയിലൊരു കുഞ്ഞു വീഡിയോ എടുത്തു. ഞാൻ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും. ഓക്കെ, ബൈ ഗായ്സ്.